ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പ്രഥമൻ്റെ വീഡിയോ കാണാം. അതിനായിട്ട് ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോൾ അണ്ടിപ്പരിപ്പിട്ട് വറുത്ത് കോരി എടുക്കാം. കരിഞ്ഞു പോകരുത്. അണ്ടിപ്പരിപ്പെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അടയും വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ പ്രഥമൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കുന്നതും അട വേവിച്ച് വെക്കുന്നതും തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ പിന്നെ പ്രഥമൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അട ഇട്ട് കൊടുക്കാം. ശർക്കര നല്ല തിളച്ച് അടയിൽ പിടിക്കട്ടെ. അതിലേക്ക് ചവ്വരി വേവിച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കവറുപാൽ ആദ്യമേ ഒഴിച്ച് കൊടുക്കുക. ഇത് മൂന്നാം പാലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഏലക്കപ്പൊടി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി രണ്ടാം പാലും ഒന്നാം പാലും കൂടി ചേർത്ത് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ലാസ്റ്റ് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഓരോ ഗ്ലാസ് കുടിക്കുക. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ലാസ്റ്റ്. ഓക്കെ, ബൈ ബൈ.